നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമത്തിലാണ്, കൊല്ലങ്കോട് ഗ്രാമം. എങ്ങനെയുണ്ട് കൊല്ലങ്കോട് വന്നിട്ട്? വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു പാലക്കാട് വളരെ പല സ്ഥലങ്ങളും ഇതേ ഒരു അപ്രോച്ചോടുകൂടി ഉണ്ട്. പക്ഷെ നമുക്ക് കൊല്ലങ്കോടാണ് അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. എന്റെ കണ്ണൂരാണ്. ഒട്ടും മിസ്സാക്കാൻ പറ്റില്ലല്ലോ സാഹചര്യം. എല്ലാ തവണയും പോയി വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തവണ ചെയ്യാറില്ല. ഒട്ടും മിസ്സാക്കാറില്ല. ഇല്ല മിസ്സാക്കാനേ പാടില്ല. നമ്മളത് വിനിയോഗിക്കണമല്ലോ. അതെ, നമുക്ക് പവർ ഉള്ളത് അപ്പോഴാണല്ലോ. അതെ. സ്ഥാനാർത്ഥിയുടെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടില്ല, അല്ലാതെ ജനറലായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് നാട്ടിലെ ഇലക്ഷന്റെ ചൂടൊക്കെ? നന്നായിട്ടുണ്ട്. ഞാനിപ്പോ കോട്ടക്കലാണ് താമസം. കോട്ടക്കലാണ് വോട്ട്. ഈ ഡിജിറ്റൽ വഴിയുള്ള എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നതാണ്, നമ്മളെ നേരിട്ട് വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് നമുക്ക് കുറെ കൂടി താല്പര്യം. നേരിട്ട് വന്ന് അഭ്യർത്ഥിക്കുന്നവരോട് നമുക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരോട് നേരിട്ട് സംവദിക്കാം. അപ്പോൾ ചോദിച്ചും പറഞ്ഞും രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താല്പര്യം കൂടും. വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചിരി ഉണ്ടാവുമല്ലോ. അതെ. വ്യക്തിപരമായിട്ടുള്ള അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ഉണ്ടാവില്ല. പ്രാവശ്യം പൊതുവേ നല്ലൊരു മത്സരം നടക്കുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ വന്ന് വോട്ടൊക്കെ പിന്നെ എല്ലാവരും മാറി മാറി ചോദിച്ചോണ്ട് പോകും. കൺഫ്യൂഷൻ ഉണ്ടാവുമോ നമുക്ക് ഇങ്ങനെ എല്ലാരും കൂടെ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ആറ്റിക്കുറുക്കി വെച്ചിട്ട് അല്ല, പിന്നെ നമ്മൾ ഈ സ്ഥാനാർത്ഥി നമ്മളോട് ചിരിച്ചു കഴിഞ്ഞാൽ അത് വോട്ടാവോ? ഉദാഹരണത്തിന് വന്നിട്ട് ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന ആൾക്കാരാണ്. ഇത് വൈറലാണ്. നമ്മളങ്ങനെ പാർട്ടി നോക്കിയിട്ടൊന്നുമില്ല. നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ചെയ്യും. പാർട്ടി നോക്കിയിട്ടൊന്നുമില്ല ചെയ്യാം. നല്ല പറഞ്ഞ കാഴ്ച വെച്ചാൽ അവർ ജയിക്കും, അല്ലാത്ത നോക്കും. അത്ര ഉറപ്പാ. വന്ന വാർഡ് മെമ്പർ വോട്ട് വെച്ച് പോയ ആൾക്കാരൊക്കെ പിന്നെ കണ്ടായിരുന്നോ? അന്ന് കണ്ടായിരുന്നു, വഴിക്ക് വെച്ച് കാണും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വരില്ല എന്നുള്ളൂ. പിന്നെ അന്ന് പോയിട്ട് പിന്നെ ഈ പ്രാവശ്യം വരണവര് ഇപ്പൊ ഭയങ്കര സ്നേഹ. ഇപ്പൊ വോട്ടാണല്ലോ. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. ഒരാഴ്ചക്ക് ചിരിക്കും, അത് കഴിഞ്ഞാ വീണ്ടും മോൻ വീർപ്പിക്കും. നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ. ഞാൻ പറയണേ ജനങ്ങളൊന്നും വോട്ട് ചെയ്യരുത്. ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്താ കാര്യം? അവരുടെ പള്ള വീർക്കൊന്നല്ലാണ്ട് നമുക്കെപ്പോഴും കോരനെപ്പോഴും കുമ്പിള്ള കഞ്ഞി. ചെറുപ്പക്കാർ വന്നു, ഓക്കെ, കുഴപ്പമില്ല. അവര് അവരുടെ രീതിയിൽ നടന്നാൽ മതി. പക്ഷെ അവരുടെ രീതിയിൽ നടത്താൻ മറ്റൊരു സമ്മതിക്കുന്നില്ലല്ലോ. ലീഡർമാർ സമ്മതിച്ചാലേ അവർ നടക്കുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ അതിൽ? ഇപ്പൊ എല്ലാം അവരെന്നെ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഇതാകും. അത് കഴിയുമ്പോ ഉണ്ടാവില്ല, നമ്മള് പുറകടക്കേണ്ടി വരും. അത്ര തന്നെ. അപ്പൊ നമ്മള് കൊല്ലങ്കോട്ട് നിന്ന് മടങ്ങുകയാണ്. ഇനി യാത്ര തൃശ്ശൂരിലേക്കാണ്. കൊല്ലങ്കോട് ഇവിടെ വന്നവരാരും ഈ നാടിന് ഇഷ്ടപ്പെടാറുണ്ട്. അത്ര മനോഹരമാണ്.